HSA ഫിസിക്കൽ സയൻസിൽ മൊഡ്യൂൾ നമ്പർ 7 പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ടും ലോ ഓഫ് മാസ് ആക്ഷൻ, കെമിക്കൽ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, Kp, Kx, Kc അങ്ങനെയുള്ള ടേംസ് നമുക്ക് നോക്കണം. പിന്നെ അതുപോലെ വാൾഡ് ഓഫ് ഇക്വേഷൻ ആൻഡ് ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് സന്തുലനം എന്നാണ് പറയുന്നത്. അപ്പൊ സന്തുലനാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റത്തിന്റെ മെഷറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ലൈക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ ആവാം, അല്ലെങ്കിൽ മർദ്ദം ലൈക്ക് പ്രഷർ ആവാം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗാഢതയാവാം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്ത അവസ്ഥയെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വിലിബ്രിയം ഇൻ ദ സെൻസ് സന്തുലനം എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മെഷറബിൾ പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം, ദാറ്റ് ഈസ് വ്യൂഹം. ആ വ്യൂഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാതെ അലോങ് വിത്ത് ടൈമിൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ അതിന് സന്തുലനം എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും സന്തുലനം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ പല ടൈപ്പിലുള്ള സന്തുലനാവസ്ഥകൾ നമുക്ക് പ്രാക്ടിക്കലി കാണാനായിട്ട് പറ്റും. നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം, അതായത് രാസസന്തുലനം, അതുപോലെ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഗതിക സന്തുലനം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗതികല്ല ഭൗതിക സന്തുലനം, പിന്നെ അത് കൂടാതെ തെർമൽ ഇക്വിലിബ്രിയം ഉണ്ട്, താപ സന്തുലനം, അങ്ങനെ പിന്നെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, അങ്ങനെ പല ടൈപ്പിലുള്ള സന്തുലനാവസ്ഥകളുണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും നമ്മൾ കെമിസ്ട്രി പാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനാവസ്ഥ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ഈ സന്തുലനം എന്ന് പറയുന്ന ഒരു, അതായത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ബയോളജിക്കൽ ആയാലും ജൈവികപരമായിട്ടാണെങ്കിലും പരിസ്ഥിതിപരമായിട്ട് പ്രക്രിയകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിലും ഈ സന്തുലനം എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഇൻസൈഡ് ബോഡി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ തന്മാത്രകളും അതുപോലെ ഹീമോഗ്ലോബിനും കൂടിയിട്ടുള്ള ആ ഒരു സന്തുലനാവസ്ഥ കാരണമാണ് നമുക്ക് ശ്വാസകോശങ്ങളിൽ നിന്ന് പേശികളിലേക്ക് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ അപ്പോൾ ഇത് സന്തുലനം എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾസ് ഈ പറഞ്ഞ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസുമായിട്ട് സന്തുലനാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് കാർബൺ മോണോക്സൈഡിന്റെ പോയ്സണസ് ആയിട്ടുള്ള എഫക്ട് നമ്മുടെ ബോഡിയിൽ വരുന്നത്. അപ്പൊ അത് സന്തുലനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് പോയ്സണസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കണക്കാക്കും. അപ്പൊ സന്തുലനാവസ്ഥ നടക്കുന്നത് കൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജസും ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ഇതായതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ രണ്ട് ടൈപ്പിലുള്ള രാസപ്രവർത്തനങ്ങളാണ് നമ്മൾ നോർമലി പറയാറുള്ളത്. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ എന്ന് പറയും. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാനാവുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാനാവാത്ത പെർമനന്റ് ആയിട്ടുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് മാറ്റാനാവുന്നതും മാറ്റാനാവാത്തതുമായ രാസപ്രവർത്തനങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഒരു ദിശയിലേക്ക് മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ഏകദിശയിലേക്ക് മാത്രം നടക്കുന്ന അല്ലെങ്കിൽ ഏകദിശീയ റിയാക്ഷൻസിനെയാണ് നമ്മൾ സാധാരണ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സോഡിയം ക്ലോറൈഡോ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡോ റിയാക്ഷൻ വിത്ത് HCl എടുക്കുകയാണെങ്കിൽ 1 സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന ഇപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റാനാവാത്ത, അല്ലെങ്കിൽ എനി ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻസ് മാറ്റാനാവാത്ത റിയാക്ഷൻസ് ആയിരിക്കാം. പിന്നെ
ഇനി രണ്ട് ദിശകളിലേക്കും നടക്കുന്ന റിയാക്ഷൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റാനാവുന്ന രാസപ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അമോണിയയുടെ സിന്തസിസ്, ഹേബർ പ്രോസസ്സിൽ നമ്മൾ അമോണിയ സിന്തസിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് അമോണിയ ഉണ്ടാവുന്ന പ്രോസസ്സ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇപ്പൊ റിവേഴ്സിബിൾ പ്രോസസ്സുകൾ അല്ലെങ്കിൽ മാറ്റാനാവുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്നാണ് നമ്മൾ പറയുക. റിവേഴ്സിബിളിനെ നമ്മൾ ഉഭയദിശാ പ്രവർത്തനങ്ങളിൽ നിന്നും, അതുപോലെ സിംഗിൾ സൈഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള റിയാക്ഷൻസിനെ നമ്മൾ ഏകദിശാ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നുണ്ടായിരിക്കാം. അപ്പൊ ഉഭയദിശാ പ്രവർത്തനങ്ങൾ നമുക്ക് ഫോർവേഡും പോസിബിൾ ആണ്, ബാക്ക്വേർഡും പോസിബിൾ ആണ്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പുരോപ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്, പുരോപ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പാശ്ചാത് പ്രവർത്തനങ്ങൾ എന്നുള്ളത്. പുരോപ്രവർത്തനങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പാശ്ചാത് പ്രവർത്തനങ്ങളും ഉണ്ട്. അപ്പോൾ ഉഭയദിശാ പ്രവർത്തനങ്ങളാണെങ്കിൽ അതിൽ പുരോപ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താ പാശ്ചാത് പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ ഏകദിശാ പ്രവർത്തനങ്ങളാണെങ്കിൽ അതിൽ ഒരു സൈഡിലേക്ക് മാത്രമുള്ള റിയാക്ഷൻസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ മാറ്റാനാവാത്ത റിയാക്ഷൻസ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും, ഉഭയദിശാ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സുകൾ എന്നും നമ്മൾ നോർമലി വിളിക്കാറുള്ളത്. ഇനി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഉഭയദിശാ പ്രവർത്തനങ്ങളാവുന്ന സമയത്ത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർവേഡിനെ നമ്മൾ പുരോപ്രവർത്തനങ്ങൾ എന്നും ബാക്ക്വേർഡിനെ നമ്മൾ പാശ്ചാത് പ്രവർത്തനങ്ങൾ എന്നാണ് പറയാം. അപ്പോൾ അഭികാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റിയാക്ടന്റ് മോളിക്യൂൾസ് അല്ലെ, റിയാക്ടന്റ് മോളിക്യൂൾസ് ഉൽപ്പന്നങ്ങൾ ഇൻ ദ സെൻസ് പ്രൊഡക്റ്റ്. അപ്പൊ റിയാക്ടൻസ് കൺവേർട്ടിംഗ് ടു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻസ് അത്, അല്ലെങ്കിൽ പുരോപ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറയും. ഇനി പ്രൊഡക്റ്റ് മോളിക്യൂൾസ് തിരിച്ച് റിയാക്ടന്റ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്ന അതിന്റെ റിവേഴ്സിബിൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നത് ഫോർവേഡ് റിയാക്ഷൻസും അല്ലെങ്കിൽ പുരോപ്രവർത്തനങ്ങളും, ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായിട്ട് മാറുന്നത് അതിന്റെ ബാക്ക്വേർഡ് അല്ലെങ്കിൽ പാശ്ചാത് റിയാക്ഷൻസുമാണ്. ഇനി ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ റീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും അതേപോലെ തന്നെ ബാക്ക്വേർഡ് പുരോപ്രവർത്തനത്തിന്റെയും പാശ്ചാത് പ്രവർത്തനത്തിന്റെ നിരക്കും അവിടെ കറസ്പോണ്ടിങ്ങിൽ എന്താവുന്നുണ്ടായിരിക്കാം, തുല്യമാകുന്നുണ്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് ആ ഒരു എക്സ്റ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെ, റിയാക്ഷൻസിന്റെ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ സന്തുലിതാവസ്ഥ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു നോർമൽ ആയിട്ട് ഒരു ജനറൽ റിയാക്ഷൻ എടുക്കുകയാണ്. A+B എന്ന് പറയുന്നത് ഗിവിങ് C+D എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ A+B എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫോർവേഡ് അല്ലെങ്കിൽ പുരോപ്രവർത്തനങ്ങൾ. ഇവിടെ നിന്ന് തിരിച്ചു വരുന്ന C+D ഗിവിങ് A+B ആണ് നമ്മുടെ ബാക്ക്വേർഡ് അല്ലെങ്കിൽ നമ്മൾ പാശ്ചാത് പ്രവർത്തനങ്ങൾ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു T=0 എന്ന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കുന്ന സമയത്ത് A, B എന്ന് പറയുന്ന മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എക്സും വൈ ആണെന്ന് വിചാരിക്കാം. പക്ഷെ അറ്റ് ദ ടൈം 0 നമുക്ക് പ്രൊഡക്റ്റ് ഫോം ചെയ്യാം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ T=0 വരുന്ന സമയത്ത് സിയുടെയും ഡിയുടെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. പിന്നെ നമ്മളൊരു T1 എന്ന് പറയുന്ന ടൈമിൽ മെഷർ ചെയ്യുമ്പോൾ എയുടെ ഇത് x1 ആയിട്ടും ബിയുടേത് y1 എന്ന് പറയുന്ന കോൺസെൻട്രേഷനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ അപ്പോൾ അതേസമയം T1 എന്ന് പറയുന്ന ടൈമിലേക്ക് വരുന്ന സമയത്ത് സിയുടെയും ഡിയുടെയും അളവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് A1 B1 എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം T=0 വരുന്ന സമയത്ത് 0 ആയിരുന്നു, പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് A1 B1 എന്ന് പറയുന്ന കോൺസെൻട്രേഷനിലേക്ക് കൂടിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ അഗെയിൻ നമ്മളൊരു T2 T3 എന്നൊക്കെ പറയുന്ന ടൈംസിൽ മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത് മെഷർ ചെയ്യുമ്പോൾ ഇപ്പോഴും അതൊരു കോൺസ്റ്റന്റ്. ഇപ്പൊ നമുക്ക് x3 y3 ആണ് T3 എന്ന് പറയുന്ന ടൈമിൽ കിട്ടിയത്, ഇവിടെ നമുക്ക് A3 B3 ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ T4 എന്ന് പറയുന്ന ടൈമിലാണെങ്കിലും T5 എന്ന് പറയുന്ന ടൈമിലാണെങ്കിലും നമ്മൾ അതിനുശേഷം T3ക്ക് ശേഷമുള്ള ഏത് ടൈമിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് എയും ബിയും മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി നമുക്ക് കാണാനായിട്ട് പറ്റും
എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അവിടെ X3Y3 എന്ന് പറയുന്ന വാല്യൂല് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ സിയുടെയും ഡിയുടെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് A3B3 എന്ന് പറയുന്ന വാല്യൂല് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു സ്റ്റേറ്റ് അപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും A+B ഗിവിംഗ് C+D എന്ന് പറയുന്ന റിയാക്ഷൻ ഇപ്പോൾ ഏത് അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളത് സന്തുലിതാവസ്ഥയിലേക്ക് വന്നു എന്നുള്ളത്. അതായത് അവിടെ റേറ്റ് ഓഫ് റിയാക്ടൻ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷന് ഈക്വൽ ആയിട്ട് മാറി. അതായത് എത്ര നമ്പർ ഓഫ് മോൾസ് ആണോ A+B മോളിക്യൂൾസ് ആണോ C+D ആയിട്ട് മാറുന്നത്, അത്രയും സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെ എന്തായിട്ട് മാറുന്നുണ്ടായിരിക്കും, A+B ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനർത്ഥം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത സന്തുലിതാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ A+B നമ്പർ ഓഫ് മോളിക്യൂൾസ് കൺവേർട്ടിങ്, അതായത് A+B എന്ന് പറയുന്ന മോളിക്യൂൾസ് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണോ C+D ആയിട്ട് മാറുന്നത്, അത്രയും സെയിം നമ്പർ ഓഫ് മോൾസ് എന്തായിട്ട് മാറുന്നുണ്ടായിരിക്കും, A+B ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് മീൻസ് ഇൻ ഇഫക്റ്റീവ് നമ്മൾ പറയാം A+B ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റും അവിടെ ഈക്വൽ ആണ് എന്നാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ നോർമലി എന്താണ് സന്തുലിതാവസ്ഥ. ഇനി സന്തുലിതാവസ്ഥയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഗതികമാണ്, നമ്മളത് ഡൈനമിക് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡൈനമിക് ആണെന്ന് പറയാനായിട്ടുള്ള കാരണം, ഇപ്പോ ഒരു റിയാക്ഷൻ അതിന്റെ സന്തുലിതാവസ്ഥയിൽ എത്തി എന്നുള്ളതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ അവിടെ റിയാക്ഷൻസ് നടക്കുന്നില്ല എന്നുള്ളതല്ല, അവിടെ റിയാക്ഷൻസിന്റെ റേറ്റ് ഈക്വൽ ആയി, റേറ്റ് മീൻസ് നിരക്ക്, റിയാക്ഷന്റെ നിരക്ക് ഈക്വൽ ആയി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് എയും ബിയും ആണോ സിയും ഡിയും ആയിട്ട് മാറുന്നത്, അത്രയും സെയിം നമ്പർ ഓഫ് മോൾസ് ഓഫ് സിയും ഡിയും എന്തായിട്ട് മാറുന്നുണ്ടായിരിക്കും, എയും ബിയും ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, ഗതികമാണ് അല്ലെങ്കിൽ ഡൈനമിക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സന്തുലിതാവസ്ഥയിൽ സ്റ്റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, നിലയ്ക്കുന്നുണ്ടായിരിക്കില്ല. ഇനി സാധാരണ നമുക്ക് ഇതാണ് ഏറ്റവും നമ്മുടെ രാസസന്തുലിതാവസ്ഥ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടൊരു കാര്യം. അത് എന്ന് പറയുന്നത് ലൈക്ക് എന്താണ്, ഒരു ഗതികമാണ് അല്ലെങ്കിൽ നമുക്ക് ഡൈനമിക് ആണ്. ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് നമ്മൾ പറയുന്നത്, ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോർമലി പറയുന്ന രാസസന്തുലിതാവസ്ഥ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഭൗതിക സന്തുലിതാവസ്ഥ. നമ്മൾ എന്തായാലും കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ എന്നാലും ജസ്റ്റ് ഒരു ഭൗതിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിലെങ്ങനെയാണ് സന്തുലിതാവസ്ഥ വരുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഭൗതിക സന്തുലിതാവസ്ഥ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിനാണ് നമ്മൾ ഭൗതിക സന്തുലിതാവസ്ഥ. അപ്പൊ ഭൗതിക സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്കറിയാം സോളിഡ് ടു ലിക്വിഡ്. സോളിഡ് എന്ന് പറയുമ്പോൾ ഖരപദാർത്ഥങ്ങൾ, ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ്രാവക സ്റ്റേറ്റിലേക്ക് പോകുന്ന അവസ്ഥ അല്ലെ. ഇവർ തമ്മിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ്രാവകങ്ങളും അതുപോലെ വാതകങ്ങളും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന അവസ്ഥയുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഫിസിക്കൽ സ്റ്റേറ്റുകൾ തമ്മിൽ, ഇതൊക്കെ എന്താണ്, ഫിസിക്കൽ സ്റ്റേറ്റുകളാണ്, ഓരോ മാറ്ററിന്റെ ഓരോ അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം. അപ്പൊ ആ ഫിസിക്കൽ പ്രോസസ്സുകൾ ബിറ്റ്വീൻ ഉള്ള ഒരു ഇക്വിലിബ്രിയത്തിനാണ് നമ്മൾ ഭൗതിക സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഖരം, ദ്രാവകം തമ്മിലുള്ള ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് സോളിഡിനെ ലിക്വിഡ് ആക്കാൻ നമുക്ക് എന്താ മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ. ഒരു ഐസിനെ നമ്മൾ ഉരുക്കി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടറിനെ തിരിച്ച് നമുക്ക് ലിക്വിഡ് ഫോമിലുള്ള വാട്ടറിനെ സോളിഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഖരപദാർത്ഥമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രീസ് ചെയ്യും അല്ലെ, നമ്മൾ ശീതീകരിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ കറസ്പോണ്ടിംഗ്ലി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ടെമ്പറേച്ചേഴ്സ് നമ്മൾ ലൈക്ക് സോളിഡ് കമ്പോണന്റ് നമുക്ക് ലിക്വിഡ് ആവുന്നതും ലിക്വിഡ് സോളിഡ് ആവുന്നതും തമ്മിലൊരു ഫിസിക്കൽ കറസ്പോണ്ടിംഗിൽ അവർ തമ്മിലൊരു ഫിസിക്കൽ സന്തുലിതാവസ്ഥയിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഭൗതിക സന്തുലിതാവസ്ഥയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഭൗതിക സന്തുലിത. അപ്പൊ ഇവിടെ നമ്മൾ ഫിസിക്കൽ പ്രോസസ്സുകളാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഭൗതിക സന്തുലിതാവസ്ഥ എന്ന് പറയാനായിട്ടുള്ള കാരണം. ഇനി ഭൗതിക സന്തുലിതാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ വളരെ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോട്ടിലില് നല്ല ഹോട്ട് വാട്ടർ എടുത്തു എന്ന് വിചാരിക്കാം, ചൂടുള്ള ഒരു വെള്ളം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം.
അപ്പോൾ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് നമുക്കറിയാം ഈ വാട്ടർ മോളിക്യൂൾ, അതായത് നമ്മുടെ ലിക്വിഡ് ഫോമിൽ ഇരിക്കുന്ന ഈ വാട്ടർ മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്തിട്ട് അത് ഏത് അവസ്ഥയിലേക്ക് പോകും? അതിന്റെ ഗ്യാസ് ഫോം, അതിന്റെ വാതക അവസ്ഥയിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അതേപോലെ ഈ വാട്ടർ വേപ്പർ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് അല്ലെങ്കിൽ വാതകാവസ്ഥയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾസ് തിരിച്ച് ഈ വാട്ടർ മോളിക്യൂളിന്റെ സർഫസിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ കറസ്പോണ്ടിങ്ങിൽ എന്താ വരിക? ഈ ഗ്യാസ് ഫേസിൽ നിന്ന് ലിക്വിഡ് ഫേസിലേക്ക് വരുന്ന വാട്ടർ മോളിക്യൂൾസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ദ്രാവകത്തിന്റെ സർഫസ് ടച്ച് ചെയ്യുന്ന സമയത്ത് അത് ലിക്വിഡ് ഫോമിലേക്ക് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുന്ന സമയത്ത് എത്ര എന്താണ് ലിക്വിഡ് വാട്ടർ മോളിക്യൂൾസ് ആണോ അതിന്റെ സോളിഡ് ഗേഷ്യസ് ഫോമിലേക്ക് പോകുന്നത്, അതേ സെയിം നമ്പർ ഓഫ് ലൈക്ക് ഗേഷ്യസ് മോളിക്യൂൾസ് ഇതിലേക്ക് വരാനായിട്ട് തുടങ്ങും, ലിക്വിഡ് ഫോമിലേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പൊ അവിടെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ടു ഗ്യാസ് ആയിട്ട് മാറുന്നതും ഗ്യാസ് ടു ലിക്വിഡ് ആയിട്ട് മാറുന്ന റേറ്റ് അവിടെ ഈക്വൽ ആയിട്ട് മാറും. ഈ ഒരു പ്രോസസ്സിന് അപ്പൊ നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തു എന്നുള്ളത് ഭൗതിക സന്തുലിതാവസ്ഥയിൽ എത്തി എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ എക്വിലിബ്രിയം അല്ലെങ്കിൽ ഭൗതിക സന്തുലിതാവസ്ഥ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭൗതിക സന്തുലിതാവസ്ഥ എന്താന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കടക്കാം. അതാണ് നമ്മുടെ രാസസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പ്രോസസ് കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ രാസസന്തുലിതാവസ്ഥ നമ്മൾ ഓൾറെഡി ഒരു ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻസ് കാര്യങ്ങൾ നമ്മൾ ഒരു സാങ്കല്പികമായിട്ടുള്ള റിയാക്ഷൻ എടുത്തു, A+B ഗിവിംഗ് C+D എന്ന് പറയുന്ന. അപ്പൊ ഓരോ ടൈം നമ്മൾ അറ്റ് ദിസ് ടൈം T=0 എന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ അഭികാരങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കും. പക്ഷെ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അഭികാരങ്ങളുടെ സാന്ദ്രത അല്ലെങ്കിൽ അഭികാരങ്ങളുടെ ഗാഢത കുറയുകയും C+D എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളുടെ ഗാഢത അവിടെ എന്താ ചെയ്യുന്നുണ്ടായിരിക്കും? അപ്പോൾ റിയാക്ടൻസിന്റെ ഗാഢത കുറയുന്നു, കറസ്പോണ്ടിങ്ങിലി ഉൽപ്പന്നങ്ങളുടെ ഗാഢത അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കൂടുന്നു. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുന്ന സമയത്ത് ഈ രണ്ട് പ്രവർത്തനങ്ങളും അവിടെ എന്താണ് റിയാക്ടന്റ് ടു പ്രൊഡക്റ്റ് ആയി മാറുന്നതും പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻസും അവിടെ സെയിം ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് പറയാനായിട്ട് പറ്റും സിസ്റ്റം രാസസന്തുലിതാവസ്ഥ അറ്റൈൻ ചെയ്തു എന്നുള്ളത്. ഇനി നമ്മൾ ഈ ഒരു രാസസന്തുലിതാവസ്ഥ അറ്റൈൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നെക്സ്റ്റ് അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഗാഢത എഗെയിൻസ്റ്റ് ടൈം ആണ് നമ്മൾ അല്ലെങ്കിൽ സമയമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ആസ് ടൈം പ്രോഗ്രസസ് എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അതുപോലെ സിയുടെയും ഡിയുടെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൂടി. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ സിയുടെയും ഡിയുടെയും കോൺസെൻട്രേഷൻ ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് എത്തി. അതേപോലെ തന്നെ എയുടെയും ബിയുടെയും വാല്യൂ എന്ന് പറയുന്നതും എന്താ എത്തിയിട്ടുണ്ടായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് എത്തി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ള സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാസസന്തുലിതാവസ്ഥയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, റേറ്റ് ഓഫ് പൂർവ പശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്ക് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു ഗതികമായിട്ടുള്ള റിയാക്ഷൻ ആണ്. അതായത് അതൊരു ഡൈനമിക് പ്രോസസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ വൺസ് ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ ഒരു അതിൽ ഫോം ചെയ്തിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ റിയാക്ടന്റെയോ നമ്മൾ ഒരിക്കലും എസ്കേപ്പ് ചെയ്യാൻ, നമ്മുടെ റിയാക്ഷൻ മീഡിയത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. എസ്കേപ്പ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ്ങിലി എന്തായിട്ടായിരിക്കുന്നുണ്ടായിരിക്കാം? ആ ഒരു റിയാക്ഷന്റെ രാസസന്തുലിതാവസ്ഥയെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് രാസസന്തുലിതാവസ്ഥ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നമുക്ക് പറയാനായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് ജനറൽ ആയിട്ട് പറയാനായിട്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ലോ ഓഫ് മാസ് ആക്ഷൻ അല്ലെങ്കിൽ നമുക്ക് മാസ് ആക്ഷൻ നിയമം എന്നാണ് നമ്മൾ പറയാം. ലോ ഓഫ് മാസ് ആക്ഷൻ അല്ലെങ്കിൽ മാസ് ആക്ഷൻ നിയമം. അപ്പൊ എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ അല്ലെങ്കിൽ മാസ് ആക്ഷൻ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എടുത്തെന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് ABC, ക്യാപിറ്റൽ ABC എന്ന് പറയുന്ന
റിയാക്ടന്റ് മോളിക്യൂൾസ് ഉണ്ട്. ഈ ഓരോ റിയാക്ടന്റ് മോളിക്യൂൾസുകളും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് ഓഫ് ഇക്വേഷൻ, റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിന്റെ ഗാഢതയ്ക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. റിയാക്ഷൻസിന്റെ ഗാഢത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലെ, എയുടെ ഒന്നല്ലെങ്കിൽ A/B/C ഇങ്ങനെ ഇവരുടെ ഗാഢതയ്ക്ക് കറസ്പോണ്ടിംഗ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇതിനെയാണ് അപ്പോ ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒരു റിയാക്ഷന്റെ റേറ്റിനെ ആ റിയാക്ഷനിൽ വരുന്ന അഭികാരങ്ങളുടെ ഗാഢതയുടെ പവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ആക്റ്റീവ് മാസസ് ഓഫ് ദ റിയാക്ടൻസ് ഇൻ വിച്ച് ഈച്ച് ടേം റൈസ് ടു ദ പവർ ഈക്വൽ ടു സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്കൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന്റെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈസ് പ്രപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ആക്റ്റീവ് മാസസ് ഓഫ് ദ റിയാക്ടൻ. റിയാക്ടൻസിന്റെ ആക്റ്റീവ് മാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. എ എന്ന് പറയുന്ന റിയാക്ടന്റിന്റെ ആക്റ്റീവ് മാസ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബി എന്ന് പറയുന്നതിന്റെ ആക്റ്റീവ് മാസ് ആണ് ഉദ്ദേശിക്കുന്നത്. സി എന്ന് പറയുന്നതിന്റെ ആക്റ്റീവ്. പിന്നെ മാത്രമല്ല ആക്റ്റീവ് മാസസിനോടൊപ്പം തന്നെ നമ്മളൊരു പവർ ടേമും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ, സ്മോൾ ലെറ്റർ ABC എന്ന് പറയുന്ന ഒരു പവർ. ഈ പവർ ടേം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തന്നിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ, നമുക്ക് തന്നിട്ടുള്ള രാസപ്രവർത്തനത്തിലത്തെ ABC എന്ന് പറയുന്ന റിയാക്ടൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് വാല്യൂസിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ABC എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. അപ്പൊ എപ്പോഴും നമുക്ക് റേറ്റിനെ നമുക്ക് ആക്റ്റീവ് മാസസിന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത്. ഇനി ഈ ലോ ഓഫ് മാസ് ആക്ഷന്റെ ബേസിസിൽ നമ്മൾ ജനറൽ ആയിട്ട് ഇപ്പൊ ഒരു A+B എന്ന് പറയുന്നത് C+D എന്ന് പറയുന്ന ഒരു ഉഭയദിശാ പ്രവർത്തനം നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ നമുക്ക് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ സ്മോൾ r റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ നമുക്ക് നമ്മൾ എഴുതാണെന്നുണ്ടെങ്കിൽ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഏതാണ് ഇവിടുത്തെ റിയാക്ടൻസ് അല്ലെങ്കിൽ അഭികാരങ്ങൾ എന്ന് പറയുന്നത്, ഈ ഫോർവേഡ് റിയാക്ഷൻസിലെ അഭികാരങ്ങൾ എന്ന് പറയുന്നത് എയും ബി ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് നമ്മൾ B എന്ന് എഴുതാണെന്നുണ്ടെങ്കിൽ അത് കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D ആണ് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യത്തെ എക്സ്പ്രഷനിൽ ഫോർവേഡ് റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് RF ഇസ് ഈക്വൽ ടു KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ RB എന്ന് പറയുന്നത് KB ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതാണ് നമ്മളെ നോർമൽ ആയിട്ട് നമ്മൾ ഈ കൺസിഡർ ചെയ്ത റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിയാക്ഷൻ അതിന്റെ സന്തുലിതാവസ്ഥയിൽ എത്തി എന്ന് വിചാരിക്കാം. സന്തുലിതാവസ്ഥയിലാവുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റും അവിടെ എന്തായിട്ട് മാറും, ഈക്വൽ ആയിട്ടും. ഇങ്ങനെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, KF ഡിവൈഡഡ് ബൈ KB എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് KF ബൈ KB എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, KF ബൈ KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് വരാം, കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ KF ബൈ KB എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്, ഈ KF ബൈ KB എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ ഇതിലത്തെ KF ബൈ KB എന്ന് പറയുന്ന റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഇൻറ്റു D ഡിവൈഡഡ് ബൈ
A into B. Concentration of A into concentration of B. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? K എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സന്തുലിത സ്ഥിരാങ്കം എന്നാണ് നമ്മൾ പറയാം. സന്തുലിത സ്ഥിരാങ്കം. സന്തുലിത സ്ഥിരാങ്കം എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഈ സന്തുലിത സ്ഥിരാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ എഴുതിയ ജനറൽ റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ. ഇനിയിപ്പോ അതിന് പകരം നമ്മൾ നോർമൽ ആയിട്ട് വേറൊരു ജനറൽ റിയാക്ഷൻ എഴുതി AB ഗിവിംഗ് എന്താണ് C പ്ലസ് DD എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് K is equal to എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. മാത്രമല്ല അവരുടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇവിടെ എഴുതണം അല്ലെ. അപ്പൊ C to the power C, D to the power D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A to the power A and concentration of B to the power B. അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ ഈ ഒരു ജനറൽ റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സന്തുലിത സ്ഥിരാങ്കം എന്ന് പറയുന്നത് ഇതാണ് വരും. ഈ ഒരു സന്തുലിത സ്ഥിരാങ്കം എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് വരും. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എന്തിന്റെ ടേംസിലാണ്? അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെയും അഭികാരങ്ങളുടെയും ഗാഢതയുടെ അടിസ്ഥാനത്തിലാണ് എഴുതി. ഗാഢത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും കോൺസെൻട്രേഷന്റെ ബേസിസിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ വിളിക്കാനായിട്ട് പറ്റും KC എന്നാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് സന്തുലിത, അതായത് ഗാഢതയുടെ ബേസിലുള്ള സന്തുലിത സ്ഥിരാങ്കത്തിനെയാണ് നമ്മൾ KC എന്ന് പറയാം. കോൺസെൻട്രേഷൻ ബേസിസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയാണ് നമ്മൾ KC എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമുക്ക് KC എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് KC എന്ന് ഇപ്പൊ ഒരു നോർമൽ ആയിട്ട് ഇപ്പൊ ഒരു റിയാക്ഷൻ നമ്മൾ എടുത്തെന്ന് വിചാരിക്കാം. H2 plus I2 giving 2H. ഈ ഒരു രാസപ്രവർത്തനത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KCയുടെ വാല്യൂ എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഉൽപ്പന്നം എന്ന് പറയുന്നത് HI ആണ് അല്ലെ. HI to the power 2 ഡിവൈഡഡ് ബൈ H2 into I2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അമോണിയയുടെ അതിലെടുക്കുമ്പോൾ KC എന്ന് പറയുന്നത് NH3 to the power 2 ഡിവൈഡഡ് ബൈ റിയാക്ടൻസ് ആയിട്ട് ആരവിടെ വരാം? അങ്ങനെ നമ്മളിവിടെ ഫോർവേഡ് റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KCs ആണ് എഴുതുന്നത്. പുരോപ്രവർത്തനത്തിന് ഇവിടെ പുരോപ്രവർത്തനത്തിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ NH3 to the power 2 വരും ഡിവൈഡ് ബൈ N2 ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് N2 into H2 H3 ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഏതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, സന്തുലിത സ്ഥിരാങ്കം ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് KC കൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് KP എന്ന് പറയുന്നത്. KP എന്ന് പറയുന്ന ടേം നമുക്ക് എപ്പോഴാണ് വരാന്ന് വെച്ച് കഴിഞ്ഞാല് KP എന്ന് പറയുന്നത് P സ്റ്റാൻഡ്സ് ഫോർ പാർഷ്യൽ പ്രഷർ. ഭാഗിക മർദ്ദത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് KP എന്ന് പറയുന്നത്, പാർഷ്യൽ പ്രഷർ. അപ്പൊ പ്രഷർ എന്ന് പറയുന്ന ടേം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്ന അഭികാരങ്ങൾ, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കണം? വാതകങ്ങളായിരിക്കണം. വാതകങ്ങളാവുമ്പോഴാണ് നമുക്ക് അതിൽ ഇൻ ടേംസ് ഓഫ് എന്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ? പാർഷ്യൽ പ്രഷറിന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പാർഷ്യൽ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KPയുടെ വാല്യൂ എങ്ങനെയാ വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട്. അപ്പൊ KPയുടെ വാല്യൂ കാണുന്നതിന് മുമ്പ് നമുക്ക് മെയിൻ ആയിട്ടും രണ്ട് തരത്തിലുള്ള ഇക്വിലിബ്രിയങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ, ഏതൊരു രാസപ്രവർത്തനം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ രണ്ട് രീതിയിലുള്ള ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് രീതിയിലുള്ള സന്തുലിതാവസ്ഥകൾ നമ്മൾ പറയും. ആദ്യത്തെ കേസ് എന്ന് പറയുന്നതാണ് ഏകാത്മക സന്തുലനങ്ങൾ. ഏകാത്മക സന്തുലനം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹോമോജീനിയസ് ആയിട്ടുള്ള ഹോമോജീനിയസ് സന്തുലനം അല്ലെങ്കിൽ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയും. രണ്ടാമത്തെ സന്തുലനമാണ് ഭിന്നാത്മക സന്തുലനം. ഭിന്നാത്മകം എന്ന് പറയുന്നത് ഈസ് ഹെട്രോജീനസ്. ഭിന്നാത്മകം എന്ന് പറയുന്നത് ഹെട്രോജീനസ് ഇക്വിലിബ്രിയം. അപ്പോൾ ആദ്യത്തെ ഏകാത്മക സന്തുലനം, രണ്ടാമത്തെ ഭിന്നാത്മക സന്തുലനം. അപ്പൊ എന്താണ് ഏകാത്മക എന്ന് പറയുമ്പോൾ? ഹോമോജീനിയസ്
ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഒരേ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരേ സ്റ്റേറ്റിലാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ആ രാസപ്രവർത്തന സന്തുലിതാവസ്ഥയെ നമ്മൾ വിളിക്കുന്നതാണ്. അപ്പൊ നമുക്കൊരു ഒരു സന്തുലിതാവസ്ഥയിലുള്ള ഒരു രാസപ്രവർത്തനം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിലത്തെ അഭികാരങ്ങളും അതുപോലെ ഉൽപ്പന്നങ്ങളും സെയിം ഫിസിക്കൽ സ്റ്റേറ്റിലാണ്, അതായത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒന്നില്ലെങ്കിൽ എല്ലാം ഇവിടെ നോക്കുകയാണെങ്കിൽ അമോണിയയുടെ റിയാക്ഷൻ, അമോണിയ സിന്തസൈസ് ചെയ്യുന്ന റിയാക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ N2 ഗേഷ്യസ് ഫോം ആണ്, H2 അത് ഇവിടെ അഭികാരങ്ങളെല്ലാം തന്നെ ഗേഷ്യസ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ആയിട്ടുള്ള അമോണിയം എന്ത് ഫോമിലാണ്? ഗേഷ്യസ് ഫോമിലാണ് അല്ലെ. അപ്പൊ ഇവിടെ അഭികാരങ്ങളും പ്രൊഡക്റ്റും ഏത് ഫോമിലാണ്? ഗേഷ്യസ് ഫോമിലാണ്. അപ്പൊ നമുക്ക് പറയാനായിട്ട് പറ്റും ഇത് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഭിന്നാത്മക സന്തുലനം അല്ലെങ്കിൽ ഹെട്രോജീനസ് സന്തുലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും എന്താ പറയാ വ്യത്യസ്തമായ അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ സന്തുലിതാവസ്ഥയിൽ നമ്മൾ പറയുന്ന പേരാണ് ഹെട്രോജീനസ് അല്ലെങ്കിൽ ഭിന്നാത്മക സന്തുലനം എന്നുള്ളത്. അപ്പൊ നോക്കിയേ, കാൽഷ്യം കാർബണേറ്റ് അത് സോളിഡ് ഫോമിലാണ്, അതിനെ നമ്മൾ ഹീറ്റപ്പ് ചെയ്യുന്നു. കറസ്പോണ്ടിങ്ങിൽ നമുക്ക് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് അതിന്റെ സോളിഡ് ഫോമിലാണ്. കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് സോളിഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു അഭികാരവും ഒരു പ്രൊഡക്റ്റും സോളിഡ് ഫോമിലാണ്, സെയിം ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതാ? ഗേഷ്യസ് ഫോമിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അത് ഭിന്നാത്മക സന്തുലനത്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഏകാത്മക സന്തുലനവും ഭിന്നാത്മക സന്തുലനവും തിരിച്ചറിയാനായിട്ടുള്ള എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള റിയാക്ഷൻസ് രാസപ്രവർത്തനത്തിൽ അഭികാരങ്ങളും പ്രൊഡക്റ്റും എല്ലാം ഒന്നില്ലെങ്കിൽ എല്ലാം ലിക്വിഡ് സ്റ്റേറ്റിലാണോ, അല്ലെങ്കിൽ എല്ലാം വാതകാവസ്ഥയിലാണോ, അല്ലെങ്കിൽ എല്ലാം ഖരാവസ്ഥയിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഏകാത്മക സന്തുലനം എന്ന് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഒന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് ഭിന്നാത്മക സന്തുലനമാണ്. ഇതാണ് ഏകാത്മകം അല്ലെങ്കിൽ ഭിന്നാത്മക സന്തുലനം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് രീതിയിലുള്ള സന്തുലന പ്രോസസ്സുകൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ തിരിച്ച് KC നമ്മൾ കണ്ട പോലെ എങ്ങനെയാണ് KPയുടെയും KXന്റെയും വാല്യൂസ് കാണുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ KP എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഭാഗിക മർദ്ദത്തിന്റെ ഇതിലുള്ള സന്തുലിത സ്ഥിരാങ്കം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ എങ്ങനെയാ വരാന്ന് വെച്ച് കഴിഞ്ഞാല് നോർമലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ എടുത്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ ലൈക്ക് A giving A+ A moles of Aയും B moles of B giving C moles of C plus D moles of D ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പോ എക്സാമ്പിൾ ഇപ്പൊ KP എന്ന് പറഞ്ഞതിന് നമുക്ക് KCനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എഴുതിയ പോലെ KPനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട്, അതായത് KP is equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും PZ raised to C അതുപോലെ PD raised to D divided by PA raised to A then PB raised to B. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് KC ആയിരുന്ന സമയത്ത് നമ്മൾ ഇതിനെ കോൺസെൻട്രേഷൻ റിയാക്ടൻസിന്റെ പ്രൊഡക്ട്സിന്റെ അതിന്റെ കോൺസെൻട്രേഷന്റെ ടേംസിനാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്തിലേക്ക് കൊണ്ടുവന്നു, പാർഷ്യൽ പ്രഷറിന്റെ ടേംസിലാണ്. PC PD PA PB എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ നമുക്ക് ഭാഗിക മർദ്ദം എന്നാണ് നമ്മൾ പറയുക. ഓരോ മോളിക്യൂൾസിന്റെ ഭാഗിക മർദ്ദം. അപ്പൊ ഈ ഒരു ഭാഗിക മർദ്ദത്തിന്റെ ടേംസിലേക്ക് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ, അത് സിനെയും ഡിനെയും എനെയും ബിനെയും എഴുതണം എന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ അഭികാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളായിട്ട് എഴുതുന്ന മോളിക്യൂൾസ് എല്ലാം തന്നെ ഏത് ഫോമിലായിരിക്കണം, ഗേഷ്യസ് ഫോമിലായിരിക്കും. എങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ P എന്ന് പറയുന്ന ടേംസിന് ഇൻ ടേംസ് ഓഫ് നമ്മൾ
അതിന്റെ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. PV=nRT എന്ന് പറയുന്നതാണ് നമ്മുടെ ആദർശ സമവാക്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ PV=nRT എന്ന് പറയുന്ന ഐഡിയൽ യെസ് ആദർശ വാതക സമവാക്യം എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ആദർശ വാതക സമവാക്യത്തിന്റെ കറസ്പോണ്ട് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ P=n/V/RT എന്നാണ് വരുന്നത്. ഓക്കെ, അതായത് n/V എന്ന് പറയുന്നത് നമുക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ P=CRT എന്ന് പറയുന്ന ടേംസിലേക്ക് നമ്മൾ കൊണ്ടുവരും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നോർമലി നമുക്ക് നമുക്ക് എഴുതാൻ പറ്റുന്ന നെക്സ്റ്റ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് KC നോർമലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Pനെ ഇൻ ടേംസ് ഓഫ് എന്തിലേക്ക്, അപ്പൊ നമുക്ക് KPയുടെ വാല്യൂ നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മള് പാർഷ്യൽ പ്രഷറിനെ ഇൻ ടേംസ് ഓഫ് CRTയിലേക്ക് നമ്മൾ കൊണ്ടുവരും. അപ്പൊ ഓരോ കമ്പോണന്റ്, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ ഒരെണ്ണം മാത്രം എഴുതി കാണിക്കാം. PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു RT ആയിരിക്കും. അതുപോലെ PA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു RT ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ ഈ പാർഷ്യൽ പ്രഷർ ഭാഗിക മർദ്ദത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നതാണ് KP=KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എന്ന് പറയുന്ന വാല്യൂയിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ഇതാണ് KPയും KCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ KP എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സന്തുലിത സ്ഥിരാങ്കത്തിന് പാർഷ്യൽ ഭാഗിക മർദ്ദത്തിന്റെ ടേംസിലുള്ളത്. KC എന്ന് പറയുന്നത് സന്തുലിത സ്ഥിരാങ്കം ഇൻ ടേംസ് ഓഫ് ഗാഢത നമുക്ക് പറയാനായിട്ട് പറ്റും. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറയുന്നതാണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപം. ഇനി ഡെൽറ്റ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും ΔN =C+D മൈനസ് A+B. എന്താണ് C+D എന്ന് പറയുന്നത്? അതായത് നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന്റെ എന്താണ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് അല്ലെ. പ്രൊഡക്റ്റ് CD എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് മോളിക്യൂൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയാം അല്ലെ. അപ്പോ ഉൽപ്പന്നങ്ങളുടെ വാതക ഉൽപ്പന്നങ്ങളുടെ നമ്പർ ഓഫ് മോൾസുകളുടെ എണ്ണത്തിൽ നിന്ന് വാതക അഭികാരങ്ങളുടെ നമ്പർ ഓഫ് മോൾസ് മൈനസ് ചെയ്യും. അപ്പോൾ വാതക ഉൽപ്പന്നങ്ങളുടെ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് വാതക അഭികാരങ്ങളുടെ നമ്പർ ഓഫ് മോൾസ് മൈനസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഡെൽറ്റ എന്നിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് KCയും KPയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് KC എന്ന് പറയുന്നത് നമ്മൾ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്, ഗാഢതയാണെന്ന് പറഞ്ഞു. KP ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ആണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷനും കൂടി നോക്കാനായിട്ടുണ്ട്. അപ്പൊ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് KX ആണ് നമ്മൾ പറയാം. അപ്പൊ KX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് KPയും KCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ KPയും KXും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാൻ വേണ്ടി നമ്മളിവിടെ റോൾസ് ലോ ആണ് എടുക്കുക. റോൾസ് ലോ എന്ന് പറയുന്നത് PA എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് A എന്ന് പറയുന്ന മോളിക്യൂളും ക്യാപിറ്റൽ P എന്ന് പറയുന്നത് ഈസ് ടോട്ടൽ പ്രഷറുമാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രഷറും പാർഷ്യൽ പ്രഷർ ഓഫ് ദ കമ്പോണന്റും തമ്മിലുള്ള റിലേഷൻ ആണ് റോൾസ് ലോ പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് PA പാർഷ്യൽ പ്രഷർ ഓഫ് A എന്ന് പറയുന്ന കമ്പോണന്റ് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ആ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ പ്രഷർ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ പ്രഷറിനെ നമുക്ക് മോൾ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലത്തെ ഓരോ കമ്പോണന്റ് ഇനി നമ്മൾ എന്താ ചെയ്യാ, KP എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ബേസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ PC എന്താണ് പാർഷ്യൽ പ്രഷർ ഓഫ് C എന്ന് പറയുന്ന കമ്പോണന്റും പാർഷ്യൽ പ്രഷർ ഓഫ് D എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ PCക്ക് പകരം കറസ്പോണ്ടിങ് അതിനെ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷനിലുള്ള ഒരു എഴുതി ഫൈനലി നമുക്ക് വരുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് KP =KX × P⁴ ഡെൽറ്റ എന്ന് പറയും. അപ്പോൾ KPയും KXും തമ്മിലുള്ള റിലേഷൻ KP = KX ×
പി ടു ദ പവർ ഡെൽറ്റ എൻ ആണ് നമ്മൾ എഴുതുന്നത്. ഡെൽറ്റ എൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റും റിയാക്ടൻസും തമ്മിലുള്ള അതാ ഡിഫറൻസിനെയാണ് നമ്മൾ ഡെൽറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെ എക്സ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന്റെ ടേംസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, പി എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ. അപ്പൊ നമ്മൾ ടോട്ടൽ ആയിട്ട് 3 റിലേഷൻഷിപ്സ് നമ്മൾ പഠിച്ചു. ഒന്ന്, ആദ്യത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് ഗാഢത, രണ്ടാമത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ, മൂന്നാമത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ കെ സി കെ പിയുടെ ഒക്കെ യൂണിറ്റ്സ് സാധാരണ നമ്മൾ ഇതൊരു കോൺസ്റ്റന്റ്, നമ്മൾ സന്തുലിത സ്ഥിരാങ്കം എന്നാണ് പറയാ. നോർമലി നമ്മൾ അതിനെ കോൺസ്റ്റന്റ് വാല്യൂസ് ആയിട്ടാണ് എടുക്കാറുള്ളതെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ അതിന്റെ എന്താണ് യൂണിറ്റുകളായിട്ട് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പൊ കെ പിയുടെ യൂണിറ്റ് നമ്മൾ ഇൻ ടേംസ് ഓഫ് പ്രഷർ ആയതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ റേസ് ടു ഡെൽറ്റ എൻ ആണ് കൊടുക്കുക. അപ്പൊ ഡെൽറ്റ എന്നിന്റെ വാല്യൂ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും. ഇപ്പോൾ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ കെ പിയുടെ യൂണിറ്റ് എന്തായിരിക്കും? അറ്റ്മോസ്ഫിയർ ലൈറ്റ് റേസ് ടു നമുക്ക് 2 ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. കാരണം അത് നമ്മൾ പ്രഷർ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് കെ സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് മോൾ ലിറ്റർ റേസ് ടു -1 റേസ് ടു ഡെൽറ്റ എൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി യൂണിറ്റ് ഓഫ് കെ എക്സ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. അതിന് യൂണിറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ്. പൊതുവെ നമുക്ക് കെ പി കെ സി അതുപോലെ തന്നെ കെ എക്സ് എന്നൊക്കെ പറയുന്ന യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ പറയാറ്. കാരണം അതൊരു സന്തുലിത സ്ഥിരാങ്കം, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട്. പക്ഷെ ചില കേസസിൽ നമ്മൾ അതിന്റെ യൂണിറ്റുകൾ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ യൂണിറ്റുകൾ എന്താണെന്നുള്ളത് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ജസ്റ്റ് നോട്ട് ഔട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളും നമുക്ക് നിർത്താനായിട്ട് പറ്റും. മീൻസ് ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഡെൽറ്റ എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കെ പിയും കെ സി, അപ്പോൾ എന്താണ് കെ പി ഇസ് ഈക്വൽ ടു കെ സി എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0, അതായത് വാതക ഉൽപ്പന്നങ്ങളുടെ മോളുകളുടെ എണ്ണവും വാതക അഭികാരങ്ങളുടെ മോളുകളുടെ എണ്ണവും തമ്മിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ കെ പി ഗ്രേറ്റർ ദാൻ കെ സി എന്ന് പറയാൻ പറ്റും. ഡെൽറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ കെ പി എന്ന് പറയുന്നത് ലെസ് ദാൻ എന്തായിട്ട് എടുക്കാൻ പറ്റും? കെ സി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് 3 നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസ്, കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, പ്രഷർ, അതുപോലെ തന്നെ എന്താണ് മോൾ ഫ്രാക്ഷന്റെ ടേംസിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ. ഇനി ജസ്റ്റ് ഇവരുടെ ഈ സന്തുലിത സ്ഥിരാങ്കത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സന്തുലിത സ്ഥിരാങ്കം അതായത് ജനറൽ ആയിട്ട് നമുക്ക് കെ എന്ന് പറയും. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും സാന്ദ്രത സന്തുലിതാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ അതായത് നമുക്ക് സന്തുലിതാവസ്ഥയിലുള്ള ഒരു റിയാക്ഷന് മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ അല്ലെങ്കിൽ സന്തുലിത സ്ഥിരാങ്കത്തിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി സന്തുലിത സ്ഥിരാങ്കത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ഒരിക്കലും അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രാരംഭ സാന്ദ്രത അല്ലെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ആശ്രയിച്ചിരിക്കുന്നുണ്ടായിരിക്കില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സന്തുലിത സ്ഥിരാങ്കം എന്ന് പറയുന്നത് നമ്മൾ ആ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആക്കി വെച്ചാലാണ് ആ റിയാക്ഷന് നമുക്ക് സന്തുലിത സ്ഥിരാങ്കം നമുക്ക് കാൽക്കുലേറ്റ്. അതല്ല നമ്മൾ ടെമ്പറേച്ചർ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തുലിത സ്ഥിരാങ്കത്തിന്റെ വാല്യൂവും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ ഒരു കെയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം? മെഷർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ബാക്ക്വേർഡ് റിയാക്ഷന് നമ്മൾ സന്തുലിത സ്ഥിരാങ്കവും ഫോർവേഡ് റിയാക്ഷന്റെ സന്തുലിത സ്ഥിരാങ്കവും നമുക്ക് റെസിപ്രോക്കൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു റിയാക്ഷൻ എടുക്കാം. ഇപ്പോ എ പ്ലസ് ബി എന്ന് പറയുന്ന റിയാക്ഷന് ഗിവിങ് സി പ്ലസ് ഡി എന്ന് പറയുന്ന റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ സിയുടെ വാല്യൂ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടാം? സി കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. അതായത് നമ്മളിവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇനി ഇതിന്റെ നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എടുക്കും. ബാക്ക്വേർഡ് റിയാക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ സിയുടെ വാല്യൂ എഴുതുമ്പോൾ നമുക്കറിയാം എയും ബിയും ആണ് അവിടുത്തെ പ്രൊഡക്റ്റ്,
സിയും ഡി ആണ് അവിടുത്തെ റിയാക്ട്. അപ്പൊ നമ്മൾ കെ സിയുടെ വാല്യൂ നമ്മൾ കെ സി ഡാഷ് എന്ന് എടുത്തെന്ന് വിചാരിക്കാം. ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിട്ട് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതുമ്പോൾ എങ്ങനെയാ വരാം? എ into concentration of B divided by concentration of C into concentration of D എന്ന് നമുക്ക്. That means നമുക്ക് ഒരു ഫോർവേഡ് റിയാക്ഷൻ കെ സി എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ കെ സി ഡാഷ് ഇങ്ങനെയായിരിക്കും. അതായത് എന്താണ് കെ സി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/Kc ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോർവേഡ് റിയാക്ഷന്റെ കേസി എന്ന് പറയുന്നത് ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോർമലി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരു ഫോർവേഡ് റിയാക്ഷൻ തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷന്റെ കേസ് കാണണമെങ്കിൽ ജസ്റ്റ് അതിന്റെ എന്തെടുത്താൽ മതി? റെസിപ്രോക്കൽ വാല്യൂ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് എന്താണ് സന്തുലിത സ്ഥിരാങ്കത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ സ്വഭാവ സവിശേഷതകൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി അതിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ചെറിയ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു 3 റിയാക്ഷൻസ് കാര്യങ്ങൾ ഇപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മൾ സ്ഥിരാങ്കം, അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം സന്തുലിത സ്ഥിരാങ്കം കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ എ മോൾസ് ഓഫ് എ അതുപോലെ ബി മോൾസ് ഓഫ് ബി ഗിവിൻ സി മോൾസ് ഓഫ് സി പ്ലസ് ഡി മോൾസ് ഓഫ് ഡി. ഈ ഒരു റിയാക്ഷൻ ഇതാണ് ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ സി ആണെന്ന് വിചാരിക്കാം. സെക്കൻഡ് നമുക്ക് എ ഗിവിങ് ഇതേ സെയിം റിയാക്ഷൻ ബി then C plus D giving D. ഈ ഒരു റിയാക്ഷന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ബാക്ക്വേർഡ് റിയാക്ഷൻ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ എടുത്തത്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ C moles of C plus D moles of D then giving A moles of A plus B moles of B. അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ ആദ്യത്തെ റിയാക്ഷന്റെ ജസ്റ്റ് റിവേഴ്സ് റിയാക്ഷൻ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു റിയാക്ഷന്റെ കെ സിയുടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? 1/Kc എന്ന് പറയാം. കാരണം അത് ആദ്യത്തെ റിയാക്ഷന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കൽ അല്ല, ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ഉപയോഗിച്ച് നമ്മൾ ആദ്യത്തെ റിയാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാ കമ്പോണന്റിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n into C raised to C then n into D raised to D എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് Kc to the power എന്തായിരിക്കും? എന്ന് നമുക്ക് റെപ്രസെന്റ് Kc to the power n. ഏത് ഇൻഡിജർ വാല്യൂ കൊണ്ടാണോ നമ്മൾ ആദ്യത്തെ റിയാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്തത്, അപ്പോൾ Kc to the power n ആയിരിക്കും ഈ ഒരു റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ സിയുടെ വാല്യൂ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ 3 കണ്ടീഷൻസ് നമുക്ക് നോർമലി തരാറുണ്ട്. അപ്പൊ ഒരു സെയിം റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ ആയിരിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ റെസിപ്രോക്കൽ. അവർ തമ്മിലുള്ള കെ സി വാല്യൂസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽസ് ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ഇൻഡിജർ വാല്യൂ കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Kc to the power raised to n എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അതിനെ ജനറൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റാം? എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ മൂന്നാമത്തെ ടൈപ്പ് റിയാക്ഷൻസിന്റെ കെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് Kc to the power എന്തായിരിക്കും? n ആയിട്ടായിരിക്കും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ടിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കോൺസ്റ്റന്റിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്.